ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കൊത്തിനെ കല്യാണ വിരുന്നിലൂടെ നോമ്പിലേക്ക് പ്രവേശിച്ച് നമ്മൾ ഒരാഴ്ചത്തെ പരിശുദ്ധമായ ജീവിതം കടന്ന് ഗർഭോ ഞായറാഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്. വിശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വേദഭാഗങ്ങളിലും നമുക്ക് കുഷ്ഠരോഗിയായ ഒരു വ്യക്തിയുടെ ജീവിതം കർത്താവ് പരിവർത്തനത്തിനായിട്ട് നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെയും കർത്താവ് ഈ നോമ്പ് കാലങ്ങളിൽ നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകാറുണ്ട്. കർത്താവിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും. കുഷ്ഠരോഗിയുടെ അവസ്ഥ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് വളരെ ദാരുണമായ ഒന്നായിരുന്നു. കുഷ്ഠരോഗി സമൂഹത്തിൽ നിന്നും മതജീവിതത്തിൽ നിന്നും നിഷ്കാസിതനായിരുന്നു. ഒരു കുഷ്ഠരോഗിയെ തൊടുവാൻ ഒരു യഹൂദനും ധൈര്യപ്പെട്ടിരുന്നില്ല. തൊട്ടാൽ തൊടുന്നയാൾ അശുദ്ധനാകും എന്ന ഒരു സാഹചര്യത്തിലാണ് യേശുക്രിസ്തു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്നത്. ഇവിടെ കുഷ്ഠരോഗം എന്നത് ശാരീരികമായ മാത്രം ഒരു രോഗാവസ്ഥയുടെ പ്രതീകമല്ല, മറിച്ച് മാനസികവും ആത്മീയവും സാമൂഹികവും മതാത്മകവുമായ ഒരു രോഗാവസ്ഥയുടെ പ്രതീകമാണ്. ഇവിടെയൊക്കെ സൗഖ്യദായകനായ ഒരു യേശുക്രിസ്തുവിനെ, ഒരു ദൈവത്തെ, സ്പർശനം മൂലം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ദർശിക്കുവാനും അനുഭവിക്കുവാനും കഴിയണം. കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം അനുനിമിഷം അവൻ്റെ കോശങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രോഗിയും മരണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരണകരമായ ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട്, ജീവൻ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് ക്രിസ്തു നമ്മളെ ഈ സംഭവത്തിലൂടെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നത്. അതുപോലെ തന്നെ മാനസികമായി തകർന്ന അവസ്ഥയിലുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു കുഷ്ഠരോഗിക്കുണ്ടായിരുന്നത്. മനസ്സ് തകർന്നിരിക്കുന്ന കുഷ്ഠരോഗിയെ, ആരുടെയും സംസർഗമില്ലാത്ത കുഷ്ഠരോഗിയെ സമൂഹത്തിലേക്ക് ഒരു പൂർണ്ണ വ്യക്തിത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവനെ മാനസികമായിട്ട് ഉയർത്തുന്ന ഒരവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ള സങ്കീർത്തന ഭാഗം നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നു. സാമൂഹികമായിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, കുഷ്ഠരോഗി സമൂഹത്തിൽ നിന്ന് തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ അകറ്റപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ കുറ്റം കൊണ്ടോ കുറവ് കൊണ്ടോ, അവൻ ചെയ്ത പാപം കൊണ്ടോ അല്ല അവൻ കുഷ്ഠരോഗിയായതും സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടതും. അവൻ അന്യനാണ് സമൂഹത്തിന്. ആ അവസ്ഥയിൽ നിന്ന്, ആ അസമത്വത്തിൽ നിന്ന് അവനെ തിരിച്ച് സമൂഹത്തിന് അംഗീകാരമുള്ള ഒരു വ്യക്തിയായിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ ക്രിസ്തുവിൻ്റെ ഈ അത്ഭുതത്തിലൂടെ നമ്മൾ കാണുന്നു. ഇതിന് ആത്മീയമായ മറ്റൊരു തലം കൂടി ഇല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പ്രതികരണശേഷി നശിച്ചവരായിട്ട്, ആത്മീയതയിൽ പ്രതികരണശേഷി നശിച്ചവരായിട്ട്, സ്പർശനശേഷി ഇല്ലാത്തവരായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. ആത്മീയതയിൽ അങ്ങനെയുള്ള ഒരു പ്രതികരണശേഷി കിട്ടുവാനായിട്ട് കർത്താവ് നമ്മളോട് ഇടപെടുമ്പോൾ നമുക്കതിന് സാധ്യമാകുന്നു. കർത്താവിനെ ആത്മീയമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് വിശ്വസിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രതികരണശേഷി കർത്താവുമായിട്ടുള്ള സംസർഗം ലഭ്യമാകുന്നു എന്നുള്ളതും നമ്മൾ ഇത്തരണത്തിൽ ഓർക്കേണ്ടതാണ്. നിസ്സഹായ അവസ്ഥയിൽ പെട്ടുപോയ മനുഷ്യർക്ക് പ്രത്യാശ നൽകുന്ന ഒരു അനുഭവം കൂടിയാണ് കുഷ്ഠരോഗികൾക്കൂടെ കർത്താവ് കാണിച്ചു തരുന്നത്. മോശയുടെ നിയമത്തിനും കീഴിൽ പെട്ട് ആ പാപത്തിൻ്റെ അവസ്ഥയിൽപ്പെട്ട് രക്ഷപ്പെടാൻ കഴിയാതെ മരിച്ചവരായി തീർന്നവരെ തിരിച്ച് ജീവങ്കിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവപുത്രനെയാണ് അവിടെ കാണുന്നത്. ന്യായപ്രമാണത്തിൻ്റെ അധികാരത്തിന് കീഴിലല്ല താനെന്നും, ന്യായപ്രമാണം തൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് എന്നും കർത്താവ് യേശുക്രിസ്തു അവിടെ കാണിച്ചു തരുന്നുണ്ട്. യഹൂദ നിയമപ്രകാരം തൊടുന്നവനും അശുദ്ധനാകുന്ന ഒരു സാഹചര്യമാണ് ന്യായപ്രമാണപ്രകാരം അവിടെ ഉള്ളത്. അതൊരു രോഗത്തിൻ്റെ അവസ്ഥ മാത്രമായിരുന്നില്ല, പക്ഷെ ദൈവകോപത്തിൻ്റെ ഒരു പ്രത്യക്ഷ അടയാളമായിട്ട് കൂടിയാണ് കുഷ്ഠരോഗം അക്കാലത്ത് ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിലൊക്കെയും കർത്താവിൻ്റെ ആർദ്ര കരുണ അവിടെ കുഷ്ഠരോഗിയിലെ പ്രതിഫലിക്കുകയും അവനെ ശുദ്ധീകരിച്ച് സമൂഹത്തിന് കാണിച്ചു കൊടുത്ത് പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ നോമ്പുകാലത്ത് നമ്മുടെ ചിന്തകൾ അത്തരത്തിലായിരിക്കണം. അനുതാപത്തിൻ്റെതും വിശ്വാസത്തിൻ്റെതുമായ ഒരു ജീവിതം നമുക്കുണ്ടാകണം.
ഈ 50 ദിവസത്തെ യാത്രയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ ജീവിക്കുവാനും കർത്താവിനെ മുറുകെ പറ്റിക്കൊണ്ട് പുതുക്കത്തിൻ്റെ ഒരു അനുഭവം പ്രാപിക്കുവാനും കർത്താവിൻ്റെ പരിശുദ്ധ ദൈവത്തിൻ്റെ പരിശുദ്ധ ഇടപെടട്ടെ, എന്നെ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലം ആശംസിച്ചുകൊണ്ടും നല്ല ഒരു ഞായറാഴ്ച ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി.